ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ഒരു എനർജി ചെക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ എനർജി, അതുപോലെ നിങ്ങളുടെ സിഗ്നിഫിക്കൻറ്റ് അതർ പേഴ്സൻ്റെ എനർജി നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ ഏകദേശം നിങ്ങൾ തമ്മിലുള്ള എനർജി നമുക്ക് മനസ്സിലാവും. അപ്പോൾ റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതില്ലാത്തതാണെങ്കിൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ. ആദ്യം ഇവിടെ കിട്ടിയിരിക്കുന്നത് ക്യൂപ്പിഡ്സ് ആരോ എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. രണ്ടാമത് കിട്ടിയിരിക്കുന്നത് ചേസർ. അപ്പോൾ ക്യൂപ്പിഡ്സ് ആരോ എന്ന് വെച്ചാൽ ആക്ച്വലി ക്യൂപ്പിഡ് എന്ന് പറയുന്ന ഒരു ഏഞ്ചലാണ്. ഏഞ്ചൽസ് ആരോ ആണിത്. അതായത് സംബഡി ഈസ് ഇൻ ലവ് വിത്ത് യു. ഓക്കെ. സർപ്രൈസ് ഇൻവിറ്റേഷൻസ്, മീറ്റിങ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വിത്തൗട്ട് ഹെസിറ്റേഷൻ നിങ്ങൾക്ക് പ്രപ്പോസൽ സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം, നിങ്ങളുടെ ഒരു കണ്ടീഷൻ വെച്ചിട്ട്. രണ്ടാമത് നിങ്ങൾക്കൊരു ചേസർ ഉണ്ട്. ചേസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, സംബഡി ഈസ് ചേസിങ് യു. മൂന്നാമത്തത് കിസ്സസ് ആണ്. ഒരു അൺകണ്ടീഷണൽ ലവിൻ്റെ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് കാണുന്നുണ്ട്. ഗിവിങ് ആൻഡ് റിസീവിങ്, അഫെക്ഷൻ, ഫാളിങ് ഇൻ ലവ്, ഇതൊക്കെ വരും. നാലാമത് വന്നിരിക്കുന്നത് ഒരു സ്നേക്കാണ്. സ്നേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കോമ്പറ്റീറ്റർ ഉണ്ട്, ഒരു എനിമി ഉണ്ട്, നല്ല ക്ലെവറായിട്ടുള്ളൊരു എനിമി. ഓക്കെ. സംബഡി ഈസ് ലുക്കിംഗ് ഓവർ യുവർ ഷോൾഡർ എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇറ്റ് ഈസ് എ വിമൻ ആൾസോ. ഓക്കെ. ഇതാണ് 4 കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടാരോട്ട് കാർഡിൻ്റെ എനർജിയാണ്. ആദ്യം തന്നെ വന്നിരിക്കുന്നത് 6 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങളൊരു ഹീലിംഗ് ആവശ്യമുള്ളതുപോലെയാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ഓക്കെ. ഹീലിംഗ് ആവശ്യമുള്ളത് കൊണ്ട്, നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വേണമെന്ന് തോന്നുന്നത് കൊണ്ട്, ഓക്കെ, കുറേ പ്രോബ്ലംസൊക്കെ കഴിഞ്ഞിട്ടൊന്ന് സെറ്റിലായിരിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് റിലീഫ് വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എസ്കേപ്പിംഗ്, യു വാണ്ട് ടു എസ്കേപ്പ് ഫ്രം ദ സിനാരിയോ. ഓടിക്കളയാനൊക്കെ തോന്നുന്നുണ്ട്. ഒരു ജേർണി, ഒരു യാത്ര പോയാലോ എന്നുള്ളതൊക്കെ തോന്നുന്നുണ്ട്. ചില ആൾക്കാർ ഓവർസീസ് യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. ചിലർക്ക് എനിക്കൊരു ഹോളിഡേ വേണം എന്നുള്ളൊരു മൂഡിലാണ്. 6 ഓഫ് സോർഡ്സിൻ്റെ എനർജി. അക്വേറിയസ് ആണ് സോഡിയാക് സൈൻ. പിന്നെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് വെച്ചാൽ യു ആർ പ്ലാനിങ് സംതിങ് ആൻഡ് വാണ്ട് ടു ഇംപ്ലിമെൻ്റ് എന്ന് പറയും. ചില ഗോളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഡിറ്റർമിനേഷനോട് കൂടി ചില ആക്ഷൻസൊക്കെ എടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ സ്റ്റിക്ക് ടു ദാറ്റ് പാത്ത്. ഓക്കെ. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. മൂന്നാമത്തത് നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് കാർഡെന്ന് വേണമെങ്കിൽ പറയാം. 9 ഓഫ് കപ്സ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നടക്കും എന്നാണ് ഈ കാർഡിൻ്റെ മീനിങ്. വിഷ് ഫുൾഫിൽമെൻറ്റ് കാർഡ്, 9 ഓഫ് കപ്സിൻ്റെ മീനിങ്. അതിന് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ആ കപ്പ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വിഷ് ഫുൾഫിൽമെൻറ്റും പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇത്തിരി ഡൗൺ ആണ്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നത് നിങ്ങളെ ഡിസപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നു. ചില നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നത്, ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ആ ഹേർട്ടിൽ നിന്ന് നിങ്ങൾക്ക് വെളിയിൽ വരാനേ പറ്റുന്നില്ല. അപ്പോൾ യു ആർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ആൾസോ എനിത്തിങ് കമ്മിങ്, അപ്കമ്മിങ്, വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നിങ്ങൾ എടുക്കാൻ തയ്യാറല്ലാതെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ കപ്പുകളെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്ന ഒരു ആളിനെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് വരുന്നിരിക്കുന്നത് ഏസ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ചില ന്യൂ ഐഡിയാസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ചില പൊട്ടൻഷ്യൽ ഐഡിയാസ് നല്ല ഒരു ഫ്ലോ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വിഷമിച്ചിരിക്കാതെ നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഐഡിയാസ് കിട്ടുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ചാടിപ്പിടിച്ച് ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ. ഇപ്പോഴുള്ള നിങ്ങളിൽ നിന്നും ഒരു ഹയർ സെൽഫിലോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ നിങ്ങളെ മുന്നിലോട്ട് യൂണിവേഴ്സ് ഇട്ട് തരുമ്പോൾ അത് കളയരുത്, നിങ്ങൾ യൂസ് ചെയ്യണം. ഓക്കെ. പിന്നെ വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഈ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ആളിൻ്റെ എനർജിയാണ്. ഓക്കെ. രണ്ടാമത്തത് ദ അതർ പേഴ്സൻ്റെ എനർജിയാണ്. ഈ എനർജി ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇമോഷൻസിനെല്ലാം കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാളിനെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ. ആൻഡ് ഫൈൻഡ് ദ വിസ്ഡം ടു അക്സെപ്റ്റ് ദാറ്റ് വിച്ച് യു കൻ നോട്ട് ചേഞ്ച്. എന്നിട്ട് ആൾ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു അക്സെപ്റ്റൻസ് മോഡിലിരിക്കുവാണ്. ഓക്കെ.
അപ്പം ഒരു ഡീപ്പർ ലെവൽ ഓഫ് ഇമോഷൻസ് മെച്യൂരിറ്റി കാണിച്ചിട്ട് എടുത്തു ചാടി ഒന്നിനും വരുന്നില്ല, മിണ്ടാൻ വരുന്നില്ല, ആശ്വസിപ്പിക്കാൻ വരുന്നില്ല, ഒന്നിനും വരാതെ മിണ്ടാതെ മെച്യൂറായിട്ടിരിക്കുന്ന ഒരു ആളിൻ്റെ എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കിങ് ഓഫ് കപ്സ്, അതിനുശേഷം പേജ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയുണ്ട്. പേജ് ഓഫ് വാണ്ട്സ് എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ എല്ലാത്തിലും കയറി കക്ഷി തലയിടുന്നുണ്ട്. എനിത്തിങ് ആൻഡ് എവറിത്തിങ് വാട്ട് എവർ ഇറ്റ് ഈസ് കമ്മിങ് എല്ലാത്തിലും കയറി തലയിടുന്നുണ്ട്. ഒരു സോളിഡ് പ്ലാനൊന്നും ഇല്ല. എനിക്കിങ്ങനെ വേണം, അങ്ങനെ വേണം, അത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു പ്ലാനും ഇല്ല. പക്ഷേ മുന്നിൽ വരുന്ന എല്ലാ കാര്യത്തിലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ലിയോ ആൻഡ് സാജിറ്റേറിയസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. പിന്നെ വന്നിരിക്കുന്നത് 4 ഓഫ് പെൻഡക്കിൾസിൻ്റെ കാർഡാണ്. ഇത് മാത്രമല്ല, ഏതോ ഒരു കാര്യത്തിനെ പുള്ളി ഇങ്ങനെ പൊസസീവായിട്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഒരു അൺഹെൽത്തി വേയിൽ. അതായത് എന്തൊക്കെ സംഭവിച്ചാലും ഞാനിത് വിടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യുമ്പോൾ ഒരു ടോക്സിക് വേയിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയില്ല. ഓക്കെ, ഓപ്പണായിട്ട് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അത് കാരണം ചില ബ്ലോക്കിംഗ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് റിലേറ്റഡ് ടു വെൽത്ത്. ഒരു ഗ്രീഡി മാനറിൽ ഒരു മെറ്റീരിയൽ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. എന്തോ ഒരു കാര്യത്തിന് ഒരു അൺഹെൽത്തി വേയിൽ പുള്ളി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ ഒരു എംപററിൻ്റെ എനർജിയാണ്. എംപറർ എന്ന് വെച്ചാൽ someone that is giving logic importance to logic over emotions. എനിക്ക് അവളോട് സംസാരിക്കണം എന്നുള്ള ഒരു ഇമോഷൻ ഇങ്ങനെ തോന്നുമ്പോൾ ഇപ്പം ആവശ്യമില്ല എന്നുള്ള രീതിക്ക് ലോജിക്ക് വെച്ചിട്ട് അതിനെ മറികടക്കും. അപ്പോൾ അതുപോലത്തെ ഒരു രീതിക്കാണ് ഇപ്പോൾ ഇരിക്കുന്നത്, മൈൻഡ് ഓവർ ദ ഹാർട്ട്. അപ്പം വേറെ പല കാര്യങ്ങളിലും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഈ ഇമോഷൻസിൻ്റെ എല്ലാം മാറ്റി വെച്ചിരിക്കുന്ന ഒരാളിനെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. എംപറർ എനർജി. ഓക്കെ, അതോറിറ്റി, ഒരു പവർഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഒരു രീതിയിലും നമുക്ക് പോയിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര അതോറിറ്റി, പവറൊക്കെ കാണിച്ചിരിക്കുന്നൊരു ആളിനെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഹീസ് എ ഫാദർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു മാരീഡ് മാൻ ആയിരിക്കാം. അവസാനം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ദ ഏസ് ഓഫ് പെൻഡക്കിൾസ് ആണ്. ഏസ് ഓഫ് പെൻഡക്കിൾസ് എന്ന് വെച്ചാൽ ചില പുതിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം വരുന്നുണ്ട്. അതും നല്ല അബണ്ടൻസ് ആയിട്ട് വരുന്നുണ്ട്. പുള്ളിക്ക് ന്യൂ ബിഗിന്നിങ്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്. പുതിയൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.